കില്ലാടികളെ നമ്മുടെ ബസ്സിലെ വിഷയം ഷിംജിത എന്ന് പറയുന്ന ഒരു ചേച്ചി, നമ്മുടെ കഴിഞ്ഞ വീഡിയോ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും ചേച്ചി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ വീഡിയോയിലുള്ള അർത്ഥമെന്ന് സംഭവം മനസ്സിലായില്ലേ. അപ്പൊ ഷിംജിത എന്ന് പറഞ്ഞ ചേച്ചി എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബസ്സിൽ സഞ്ചരിച്ച അദ്ദേഹം ഒരു ചേട്ടനെ വീഡിയോ എടുത്തങ്ങ് ഇട്ടു. വീഡിയോ എടുത്തിട്ട് അങ്ങ് വൈറലായി. ആ ചേച്ചിക്ക് വൈറലാവണം, റീച്ച് ആവണം, മറ്റടുത്ത റീച്ചൊക്കെ ഉണ്ടാക്കണം പറഞ്ഞിട്ട് വീഡിയോ എടുത്തങ്ങ് ഇട്ടു. ഒരു പാവം മനുഷ്യൻ അത് കണ്ട് ആത്മഹത്യ ചെയ്തില്ലട്ടോ. എന്ന് വെച്ചാൽ അപമാനമില്ലട്ടോ. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊരു ചേച്ചി പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ഒരു പെണ്ണ് ഒരു കേസ് കൊടുക്കാണ്. എന്ന് വെച്ചാൽ ചെയ്തിട്ടേ ഉണ്ടാവില്ല. സ്വാഭാവികമായും ആൾക്കാരെ വിശ്വസിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ വുമൺ സത്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ പുരുഷന്മാർക്കുള്ള ഈ സംഘടന ഇതൊക്കെ എവിടെ പോയി? ഇപ്പൊ ഒരു സ്ത്രീക്കാണ് ഇത് സംഭവിച്ചു വെച്ച് എന്തെങ്കിലും മരിച്ചൊന്നും വേണ്ട, എന്തെങ്കിലും സൂസൈഡ് അറ്റംപ്റ്റ് നടത്തിയെന്ന് പറഞ്ഞാൽ കില്ലാടികളെ ആണുങ്ങളുടെ മൊത്തം സംഘടന അല്ലെങ്കിൽ ആണുങ്ങളെ മൊത്തം ഇല്ലാണ്ടാക്കും. കുറെ ഫെമിനിസ്റ്റുകൾ വരും, കുറെ ഫെമിനിസ്റ്റുകളൊക്കെ വരും, വന്നിട്ട് അങ്ങ് ഒരുമാതിരി കിടന്ന് ഷോ ഓഫ് ആയിരിക്കും. അതാണ് ഇതാണ് മറ്റാണ് മറിച്ചതായി കൊണ്ട് കുറെ പറയും. പക്ഷെ ഉദാഹരണം സംഭവിച്ചപ്പോ വലിയ നടന്നതിലാണ് എന്തോ മറ്റേ അപ്സ എന്ന് പറഞ്ഞ കുട്ടി വീഡിയോ എടുത്തിട്ട് അന്നൊരു വയസ്സായ അദ്ദേഹം വന്നിരിക്കുന്നു, വന്നിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട സമയത്ത് അത് നല്ല റീച്ചായി. എന്നിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം അതിന്റെ അപ്ഡേറ്റ് കാര്യങ്ങളും നടന്നില്ല. ഇതിപ്പോ പെണ്ണാണെങ്കിൽ ഇല്ലാതെ ന്യൂസുകാർക്ക് അങ്ങ് എടുത്ത് ചർച്ച ചെയ്യും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ന്യൂസ് റേറ്റിംഗ് വാല്യൂ അങ്ങനെയാണ് കേട്ടത്. ആൾക്കാരൊന്നും ആണുങ്ങൾക്ക് സംഭവിച്ചൊന്നുമില്ല, അത്രേ ഉള്ളൂ കേട്ടത്. നമ്മൾ ഈ കേരളത്തിൽ ജനിച്ചത് മാറിപ്പോയി, സ്ഥലം മാറിപ്പോയി നമ്മൾ വന്നത്. അപ്പൊ നമ്മുടെ രാഹുൽ ഈശ്വറിനെ നിങ്ങൾക്ക് അറിയാലോ കേട്ടില്ല ഡിബേറ്റിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സത്യം പുള്ളിക്കാരൻ ഓരോ വാക്കും സൂപ്പറാണ്. പുള്ളിക്കാരൻ ഇടയ്ക്ക് വരെ ഫണ്ടൊക്കെ അടിക്കുന്നുള്ളൂ, പക്ഷെ സൂപ്പറാണ്. അദ്ദേഹം അന്നേ പറഞ്ഞു പുരുഷന്മാരുടെ ഇതിനെ കുറിച്ച്. അപ്പോഴേ കുറെ ആൾക്കാർ വിലവെക്കാതൊക്കെ പോയി. പണ്ട് കാര്യമില്ല, മൂത്തവർ ചൊല്ലും മുതലിലേക്ക് ആദ്യം കഴിക്കും അങ്ങനെയൊക്കെ പറയില്ല. അതുപോലെ പുള്ളിക്കാരൻ പറഞ്ഞോട് ഞാൻ അന്നേ യോജിച്ചില്ല. പക്ഷെ നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് പുള്ളിക്കാരെ ഇപ്പൊ ഈ പ്രശ്നത്തെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടുണ്ട്, നമുക്ക് ആദ്യം കാണാൻ എന്തൊരു ബാക്കി പറയാം. ദീപക് എന്ന് പറഞ്ഞൊരു യുവാവ് ആത്മഹത്യ എന്ന കാര്യം നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചു കാണാം. വ്യാജ പരാതിയിൽ വ്യാജ വീഡിയോയിൽ ഒരു പുരുഷൻ കൂടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും പോലീസിനും ദീപകിന്റെ ആത്മഹത്യയിൽ ആ പെൺകുട്ടിക്കെതിരെ ആ വനിതയ്ക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ഓൾറെഡി അയച്ചിട്ടുണ്ട്. പോലീസ് നടപടികളുമായി മുമ്പോട്ട് പോകും. ലഭ്യമായ വിവരങ്ങളിലൂടെ അറിയുന്നത് ദീപകായിരുന്നു ദീപകിന്റെ കുടുംബത്തിലെ ഏക അത്താണി എന്നുള്ളതാണ്. ദീപകിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ, നിയമപരമായ എല്ലാ സഹായവും ലഭ്യമാക്കാനുള്ള നടപടികൾ ചെയ്യും. മിഷൻ മെൻസ് കമ്മീഷന്റെ ഭാഗത്തു നിന്നടക്കം ദീപകിന്റെ വീട്ടിലേക്ക് സന്ദർശിക്കും. ഞാനിപ്പോ കേരളത്തിന് വെളിയിലേക്ക് ട്രെയിൻ യാത്രയിലാണ്, അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് പോകാൻ കഴിയാത്തത്. പക്ഷെ ഞങ്ങളുടെ ആൾക്കാർ എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയും എല്ലാവിധ സഹായ സഹകരണങ്ങൾ അവർക്ക് എത്തിക്കുകയും ചെയ്യും. വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. നമ്മളെല്ലാം ഏതെങ്കിലും രീതിയിൽ ദീപകിനെ പിന്തുണയ്ക്കണം, സപ്പോർട്ട് ചെയ്യണം. നാളെ നമ്മൾ ഇതേപോലൊരു ബസ് യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു പെൺകുട്ടി എടുത്ത് വൈറലാകാൻ വേണ്ടി, റീച്ചിന് വേണ്ടി നമ്മുടെ ജീവിതം നശിപ്പിക്കുകയും നമ്മൾ ആത്മഹത്യയിലേക്ക് പോകുന്ന ദുരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അതിശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ ആവശ്യമാണ്. ദീപകിനോടൊപ്പം തന്നെയാണ്. ദീപകിന് വേണ്ടി നമ്മൾ പോരാടണം. ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ സഹോദരനാകാമെന്ന്, നമ്മുടെ മകനാകാമെന്ന്, നമ്മുടെ അച്ഛനാകാമെന്ന് അതിശക്തമായ നടപടികൾ വേണം. പോലീസിന് പരാതി ഓൾറെഡി നൽകിയിട്ടുണ്ട്. അപ്പൊ അത്ര ഒരു സംഭവം എന്താ വെച്ചാൽ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഇതിപ്പോ നമ്മുടെ കുടുംബത്തിലായിരിക്കണം, ഒന്നും വേണ്ട എന്റെ അനിയനാണെങ്കിൽ എന്റെ അച്ഛനൊക്കെയാണ് എടുത്തിട്ട് വെച്ചാൽ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അങ്ങനെ കരുതുന്നത് മനസ്സിലായില്ലേ? സ്ത്രീകൾ ഞാൻ കാര്യം നമ്മൾ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില സ്ത്രീകൾ ഇതുപോലുള്ള കാട്ടിക്കൂട്ടാൻ വേണ്ടി കുറെ ഐറ്റങ്ങൾ കിടക്കുക. അപ്പൊ അവര് നമ്മൾ എന്താ പറയണത് നിങ്ങളൊന്ന് പറയാം. അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞോളൂ. സ്ത്രീകളോട് നമ്മൾ കഴിഞ്ഞൂടി പറഞ്ഞത് നമ്മൾ അപേക്ഷിക്കുകയാണ്. എന്ന് വെച്ചാൽ പുരുഷന്മാർ ജീവിക്കാൻ അനുവദിക്കൂ, നിങ്ങൾ റീച്ച് ആയിക്കൂ. നിങ്ങൾ പലതുകൊണ്ട് റീച്ച് ആവാൻ വഴി കഴിവുള്ള റീച്ച് ആവുന്ന ആൾക്കാരുണ്ട്, കഴിവുള്ള സ്ത്രീകളൊക്കെ. എന്താ വെച്ചാൽ അവർ ഭയങ്കരമായ എഫേർട്ടൊക്കെ ഇട്ടിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടന്റ് ക്രിയേറ്റ് ഒക്കെ ചെയ്തിട്ട് റീച്ച് ആവുന്നുണ്ട്. ചിലരെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ റീച്ച് ആവാൻ വേണ്ടി തുണിയുടെ നിങ്ങൾ കുറയ്ക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ വേണ്ടി ചെയ്യൂ. നിങ്ങൾക്ക് അതാകുമ്പോൾ വലിയ ചെലവില്ല. എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഇട്ടുകൂടെ നിങ്ങളെ കാക്കിയാൽ മതി, മനസ്സിലായില്ലേ? അത്രയുള്ള അതൊക്കെ ചെയ്യൂ. ഇതിനെന്തിനാ ഈ പുരുഷന്മാരെ ദ്രോഹിക്കുന്നത്? എനിക്ക് അതാ ചോദിക്കാനുള്ളത്. ഈ ചേച്ചിയില്ല സത്യം പറയാലോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അന്നേ ആ ഒരു ബസ്സിൽ സംഭവം നടന്ന സമയത്ത് ഞാൻ പറഞ്ഞാണ് പുരുഷന്മാരെ സംരക്ഷിക്കാനുള്ള സംഘടന വേണം. സംഘടന ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് പുള്ളിക്കാരൻ പറഞ്ഞ നല്ല രീതിക്ക് നമ്മൾ പിന്തുണയ്ക്കണം. ആൾക്കാരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ പുരുഷന്മാർ മാത്രമല്ല പുരുഷന്മാരെ സപ്പോർട്ട്, സ്ത്രീകൾ കൂടി സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ഒരു പെണ്ണിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ, ഒരു പെണ്ണിന് പ്രശ്നം വന്നു, അത് പുരുഷനിൽ നിന്നാണ്. പക്ഷെ ആ പുരുഷൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി എല്ലാ പുരുഷന്മാരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുക സ്ത്രീയെ, മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ നിങ്ങൾ വിചാരിച്ച സ്ത്രീ ജനങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക, അതേ പറയുന്നുള്ളൂ. നിങ്ങൾ സ്ത്രീകൾ നിങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ ഒന്ന് അച്ഛനാണ്, ഒരു കുട്ടി വിചാരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഭർത്താവിനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അനിയനാണ്, നിങ്ങളുടെ നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന്റെ അച്ഛനാണ്, ആർക്കെങ്കിലും ഒന്ന് ആയതാണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ശ്രമിക്കുക, മനസ്സിലല്ലേ? അതേ പറയുന്നുള്ളൂ ഇടല്ലേ, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞല്ലോ പുരുഷന്മാരെ സംരക്ഷിക്കണം. എനിക്ക് അതേ പറഞ്ഞുള്ളൂ. ഗവൺമെന്റിനോടും എല്ലാവരോടും പറയുന്നത് പുരുഷന്മാരെ സംരക്ഷിക്കാനുള്ള
ഒരു കൂട്ടായ്മ വേണം, ഇല്ലെങ്കിൽ എവിടെയും സുരക്ഷിതത്വം നമ്മൾ ഉറപ്പുവരുത്തണം. പണ്ടൊക്കെ പെണ്ണുങ്ങളായിരുന്നു സുരക്ഷിത ഉറപ്പുവരുത്തുന്നത്. ഇപ്പോ പുരുഷന്മാർ സുരക്ഷിത ഉറപ്പുവരുത്തണം തീർച്ചയായും. അപ്പൊ അതെനിക്ക് പറയുന്നുള്ള കേട്ടല്ലേ. ഇനി എന്തൊക്കെയാണ് കിടക്കുന്നുണ്ടോ.